അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഡ്രസ്സിൻ്റെ പാർട്ട് 2 ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുക, കാരണം വളരെ ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടമല്ലാത്തതിൻ്റെ കൂട്ടുകാർ കഷ്ടപ്പെട്ട് കാണണ്ട കേട്ടോ. എന്നാൽ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിലോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇതിന് ഒരു ടെക്ക് കൊടുക്കാം കേട്ടോ. അത് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഒരേപോലെ തന്നെയാണ് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ സെൻറ്റർ മടക്കി റെഡിയാക്കി വെക്കുക. കറക്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിന് താഴേക്ക് ഒരു 12 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 3.5 ഇഞ്ചും അടയാളപ്പെടുത്തണം. ഇത് അവിടെ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ മാർക്കിൽ നിന്ന് താഴേക്കൊരു 5 അടയാളപ്പെടുത്തണം. മാർക്ക് ചെയ്തല്ലോ, ഇത് രണ്ടും തമ്മിൽ നീളത്തിലൊരു ലൈൻ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഇങ്ങനെ ടക്ക് ചെയ്യേണ്ടത്. സ്ലോപ്പാക്കിയിട്ട് ഇവിടുന്ന് സ്ലിമ്മാക്കി കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ ഒരു 2 ഭാഗത്തും കൂടെ കൂടിയിട്ടൊരു 1/2 ഇഞ്ചോളം ഇങ്ങനെ വരും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സ്ലിമ്മാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. 3 അളവുകളാണ്. ഇവിടെ താഴേക്ക് ഒരു 12, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച്, താഴേക്കുള്ള ആ നീളം 5 ഇഞ്ച്. ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കണം. അതിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ 2 ടക്ക്. ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്താണ് നമ്മൾ ഈ മാർക്ക് ചെയ്യേണ്ടത്. ഇതിന് പിന്നെ 2 ഭാഗം ഒരുപോലെ, അതുകൊണ്ട് പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. നമുക്കത് നോക്കിയെടുക്കാൻ നിൽക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ടക്ക് വരച്ചല്ലോ, അതാണ് ചെയ്യുന്നത്. അത് 4 എണ്ണം, അതായത് ഫ്രണ്ടിൽ 2 എണ്ണം ബാക്കിൽ 2 എണ്ണം. ഇങ്ങനെ പിടിക്കുക. ഇതുവരെയാണ് നമുക്ക് തയ്ക്കേണ്ടത്. ഇവിടെ കുറച്ച് ഒരു 1/4 ഇഞ്ച് അധികമാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് സ്ലോപ്പ് ആക്കി കൊടുക്കും. അങ്ങനെ നമുക്ക് 4 എണ്ണം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 4 ഭാഗത്തും ടെക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കുഴിക്കണമെന്നില്ല, അതായത് കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് കിടക്കും. നമ്മൾ ഈ സൈഡിൽ കൂടി ഷേപ്പ് ഇടുന്നേക്കാൾ ഇങ്ങനെ ഒരു ടെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒതുങ്ങി കിടക്കും. നല്ലതാണ് ടെക്ക് ചെയ്യണം. കുറച്ച് വൃത്തിയിൽ ചെയ്യണം. പക്ഷേ നമുക്ക് കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഭാഗമാണ് കേട്ടോ. ടെക്ക് ഇട്ടിട്ടുള്ള നല്ല ഭാഗമാണ്. നമ്മുടെ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിങ് ഇവിടത്തിന് ഞാനിതവിടെ ഒരു സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഈ ലൈനിങ്ങിനും ഞാനിതവിടെ ഒരു സെൻറ്ററിലൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് വെക്കാം. വേണമെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെക്കാം, പക്ഷെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ നിന്ന് തയ്ച്ച് തുടങ്ങാം. തയ്ച്ച് തുടങ്ങിയിട്ട് ഇതിവിടെ വരുന്ന വരെ നമ്മൾ ഒരുപോലെ പിടിക്കുക. ചിലപ്പോൾ ഈ ഒരു കട്ടിങ് ഇവിടെ ആയിരിക്കും നമ്മൾ അടിച്ച് വരുമ്പോഴത്തേനും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി യോജിച്ചില്ലെങ്കിൽ അത് ഒപ്പത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് പരമാവധി ഇങ്ങോട്ട് വലിച്ച് പിടിച്ചിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം എത്തിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഇതിൻ്റെത് ഒപ്പം വരുമോ അതോ വലിച്ച് പിടിച്ച് ഒപ്പിക്കേണ്ടി വരുമോ എന്നിട്ടോ. അത് കുറച്ച് ഇങ്ങോട്ടാണ് നീങ്ങി നിൽക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ലൈനിങ്ങിൻ്റെ ഈ കട്ടിങ് കുറച്ച് ഇവിടെയും ഇത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വലിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഒപ്പിക്കണം. അപ്പോൾ ഞാനത് അതിൻ്റെ അടിയത്തെ ഭാഗം കുറച്ച് വലിച്ച് പിടിച്ചിട്ട് ലൈനിങ് അധികം വലിവ് കൊടുക്കാത്ത തരത്തിൽ അടിച്ചിട്ട് അത് ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ ഈ അറ്റത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ലൈനിങ് ഇവിടെ വെച്ച് തീർന്നു പോകും, ചിലപ്പം ഇവിടെ കുറച്ച് വലുതായിരിക്കും.
അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരുമിച്ച് പിടിക്കണം. പിടിച്ചിട്ട് ചിലപ്പോൾ ലൈനിങ് ഇങ്ങോട്ട് എത്തുന്നില്ല എന്ന് കണ്ടാൽ ഒന്ന് ലൈനിങ്ങിന് വലിവ് കൂടുതൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഓരോ മെറ്റീരിയലുകളും ഓരോ തരത്തിലാണല്ലോ, അത് കാരണമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതെയൊക്കെ ആവണത്. നമുക്കിതിന് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പതിച്ചടിക്കണം. അങ്ങനെ പതിച്ചടിക്കുമ്പോൾ ആ കഴുത്ത് നല്ല അപ്പുറത്തേക്ക് മടക്കിയിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ഈ അരുകിലൂടെയാണ് കേട്ടോ പതിച്ചടിക്കേണ്ടത്. ഇവിടെ അല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്, ലൈനിങ്ങിൻ്റെ ഭാഗത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കട്ടിങ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് വരുത്തണം. അല്ലെങ്കിൽ ഒരു കട്ടില്ലാതെ ഇതിൻ്റെ മുകളിൽ കൂടെ അടിക്കുമ്പോൾ സുഖം കിട്ടൂല, നമ്മൾ ചെയ്യണതിൻ്റെ ഒരു ഉപയോഗം നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ കഴുത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഒരു ലൈനിങ് തമ്മിൽ യോജിപ്പിച്ച് വെക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് യോജിപ്പിച്ച് തുടങ്ങണം. അതായത് ഇതിപ്പോൾ ആ ഒരു ഹിപ്പും വേസ്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ലൈനിങ് ഒരുപോലെ കൂട്ടി വെച്ചു. ലൈനിങ്ങിൻ്റെ കാര്യത്തിലും അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തണില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ലൈനിങ് അല്ലെങ്കിൽ നമ്മളെ മെയിൻ മെറ്റീരിയൽ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിങ്ങനെ കയറിയിട്ട് ഇറങ്ങിയിട്ട് എടുക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പാക്കി പിടിച്ചിട്ട് ഇത് ഒരുപോലെ ആക്കി എടുക്കാൻ നമ്മൾ ഒരു വലിവ് കൊടുക്കണം. ഏതിനാണോ വലിവ് വേണ്ടത് അതിനൊരു വലിവ് കൊടുക്കുക. കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ആ കഴുത്ത് യോജിപ്പിക്കൽ കഴിഞ്ഞു. പിന്നെ ലൈനിങ് യോജിപ്പിച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ മുകളിൽ കൂടെയുള്ള ആ ഒരു ലൈനിങ് ഞാൻ കൊടുക്കാറില്ല. ഇതൊക്കെ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. നമ്മൾ പതിച്ചടിക്കുക കാരണം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇനി ബാക്ക് പീസ് നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പീസ് എടുത്തു. ഇതിൻ്റെ അകവും പുറവും നോക്കണം കേട്ടോ. ഇത് നമ്മൾ ടക്ക് ഇട്ടിട്ടുള്ള പുറത്തേക്കുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇങ്ങനെ എടുക്കണം. ഇത് ഇതിൻ്റെ പുറം ഭാഗമാണ്. എപ്പോഴും നമ്മളിങ്ങനെ യോജിക്കുമ്പോൾ ഇത് ഇതിൻ്റെ നല്ല ഭാഗം, ഇതും ഇതിൻ്റെ നല്ല ഭാഗം, ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഇതിൻ്റെ ഷോൾഡറും ഇത് നമ്മൾ കഴുത്തൊക്കെ റെഡിയാക്കിയ ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഷോൾഡർ ഇതാ ഇവിടെ വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇത് നീളത്തിൽ അടിച്ചു കൊടുക്കുക. അതേപോലെ അപ്പുറത്തും അടിച്ചു കൊടുക്കുക. നമ്മുടെ ബാക്കിലേക്കുള്ള ലൈനിങ് എടുത്തിട്ട് ഇവിടെ വെക്കുക. മനസ്സിലായോ? ഇത് പിടിപ്പിക്കേണ്ടത് ഈ ഭാഗത്താണ് കേട്ടോ. ഇത് നമ്മളെ ഫ്രണ്ട് കഴുത്താണ്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇത് നിങ്ങൾക്ക് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യണേന്നുള്ളത്. അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മളെ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ. അതായത് ഇവിടെ ഇപ്പോൾ ലൈനിങ് ആണ്, അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച പോലെ തന്നെ ഈ ഷോൾഡർ ഇങ്ങോട്ടും അതേപോലെ അപ്പുറത്തെ ഷോൾഡറും തയ്ച്ചു കൊടുക്കുക. ഇത് നമ്മൾ പിടിപ്പിച്ച് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ഇതാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് ഈ പീസും ഇപ്പുറത്ത് ഈ പീസും വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ, അതായത് നമ്മൾ ഈ ഒരു പീസിനെ ഈ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ടിനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ കഴുത്ത് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. കഴുത്തിനുള്ള ഒരു തുമ്പ് ഇവിടെ ഉണ്ടാവും, അവിടെ വെച്ചിട്ട് നമ്മൾ കഴുത്തിങ്ങനെ തയ്ക്കും. ഇനി നമ്മൾ ലൈനിങ്ങിനെ ഇങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടോ പെർഫെക്റ്റായിട്ട് ഈ ഷോൾഡർ നമുക്ക് ഇവിടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ തയ്ക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ രണ്ട് ഷോൾഡറും കൂടെ യോജിപ്പിച്ചാൽ മതി. ഇപ്പോൾ കണ്ടാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കഴുത്തിൻ്റെ പുറത്ത് നമുക്ക് ആ ഒരു വൃത്തികേട് ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കഴുത്ത് തയ്ക്കുന്നത്. കണ്ടോ ഇവിടെ ഒന്നും ആ ഒരു തുമ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലൈനിങ്ങും ഇതിന്മേൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാനൊരു കാര്യം മറന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ സ്റ്റിച്ച് ഇടണം ഞാൻ പറഞ്ഞു, അത് മറന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യട്ടെ. ബാക്കിൽ ഞാനൊരു സെൻറ്റർ അടയാളപ്പെടുത്തേണ്ടതാണ്, പക്ഷേ എടുക്കുകയാണ് കേട്ടോ. സെൻറ്റർ ഞാൻ അടയാളപ്പെടുത്തി പോന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് മറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ സെൻറ്റർ എടുക്കുകയാണ്. നമ്മൾ ലൈനിങ് കൂട്ടിയിട്ടില്ല കേട്ടോ. ലൈനിങ് കൂട്ടാതെ സെൻറ്റർ നന്നായിട്ട് പിടിക്കണം. അതായത് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ അറ്റം നല്ല യോജിപ്പിച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാ സെൻറ്ററായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിതാ വളരെ തെല്ലത്ത് കൂടെ ഒരു സ്റ്റിച്ചേ കൊടുക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ടി എക്സ്ട്രാ തുണിയൊന്നും വിടേണ്ട ആവശ്യമില്ല. അടിയിലൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/4 ഇഞ്ച് ആക്കി മാറ്റുക കേട്ടോ. ഒരു ഇത്ര ആക്കി മാറ്റുക ആ സ്റ്റിച്ചിങ്. ഇതിന് ഞാൻ മേലൊക്കെ ഞാനൊരു തുള്ളി കൊടുക്കണുള്ളൂ. ഇവിടെ ഒരു ഇത്ര ആക്കി മാറ്റി. ഇവിടെ ഇഷ്ടംപോലെ തുണി ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് അധികം എടുത്തു എന്ന് വെച്ചിട്ട് അതൊരു മിസ്റ്റേക്ക് ആയിട്ടൊന്നും വരില്ല. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ പീസ് പിടിപ്പിക്കാൻ ഇവിടെ അങ്ങനെ ഒരു സ്ഥലം വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുമ്പോഴത്തേനും ഞാൻ കുറച്ച് വീതി കൂട്ടാൻ പറ്റും. ഇത്ര എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതാ മെലിഞ്ഞ ചെറിയ സ്റ്റിച്ച് കാണാണ്ടോ. ഇനി നമുക്ക് ആ ലൈനിങ് അതിലേക്ക് യോജിപ്പിക്കാം. ലൈനിങ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സെൻറ്ററിലൂടെ അടിക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം നമ്മൾ ലൈനിങ് കൂട്ടാതെയാണ് ആ ഒരു സെൻറ്ററിലുള്ള അടുപ്പും ഒക്കെ കൊടുക്കുന്നത്. ലൈനിങ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പൊള്ളപ്പും പ്രശ്നങ്ങളും ഒക്കെയാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെത്തില്ലെങ്കിൽ ഇത് വലിക്കുക, ഇതെത്തില്ലെങ്കിൽ ഇത് വലിക്കുക. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും നല്ല കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ ഇതാ നീളത്തിൽ ബട്ടൺ വെക്കാനുള്ള ആ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിലുള്ള 2 ടെക്കിങ് ശരിയായിട്ടുണ്ട്. ഇതിലുള്ള ടെക്കിങ്ങും ശരിയായിട്ടുണ്ട്. ലൈനിങ് ഇതിന് യോജിപ്പിക്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴുത്തിലുള്ള ആ ലീഫൊക്കെ ഇതിലൊന്ന് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് സ്ലീവ് വെക്കാം. ഇതിനാണ് നമുക്ക് സ്ലീവ് പിടിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് റെഡ് കളർ നൂലാണല്ലോ. ലീഫ് പിടിപ്പിക്കാൻ ഗ്രീൻ കളർ നൂല് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇനി സ്ലീവ് പിടിപ്പിക്കാം. ഓക്കെ, സ്ലീവ് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു മെഷീൻ കട്ടിങ്ങിൻ്റെ ഇത് ഇവിടെ കൂടി നമുക്ക് നീളത്തിൽ ക്ലോസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ജോയിൻ്റ് കൊടുക്കണം. അപ്പോൾ കൈ രണ്ടും നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞു. നമുക്കിതിന് ലൈനിങ് കൂടി കൊടുക്കണം. നമുക്ക് ഈ ബെൽ സ്ലീവ് ഇതിൽ പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കണം. ഒരു കട്ടിങ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഇതാണ് നമുക്കറിയാം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഈ സെൻറ്ററും നമ്മൾ യോജിപ്പിച്ച് ഇങ്ങനെ വെക്കാം. വലിച്ച് പിടിക്കാതെ തയ്ക്കുക. അംബ്രല്ല കട്ടിങ് ആണല്ലോ, വലിഞ്ഞ് വരാൻ സാധ്യത. നമ്മൾ വലിച്ച് പിടിക്കാതെ തയ്ക്കുക. അതേപോലെ തന്നെ ബാക്കി ഭാഗം അടിക്കുക. ഇനി ഓവർലാപ്പിംഗ് കൂടെ കൊടുക്കട്ടെ. നമുക്ക് ആ ലീവ്സൊക്കെ ഒന്ന് തുന്നി പിടിപ്പിക്കണം. ഡെമോ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ബാക്ക് കഴുത്തിൽ വേണ്ട, ഫ്രണ്ടിൽ മാത്രം മതി, അതായിരിക്കും രസം എന്ന് എനിക്ക് തോന്നി. ബാക്കിൽ ഇപ്പോൾ നമ്മൾ ഷോൾ ഇടുമല്ലോ, അത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ വെക്കണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് വെക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ.
അതായത് ഇപ്പം നമ്മളുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് ഇവിടെയാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. അതൊന്ന് ഒരു ഡമ്മ വെക്കട്ടെ. നല്ലോണം ഈ തലത്തേക്ക് വരുത്തണില്ല ഞാൻ, കാരണം കഴുത്ത് അത്ര വലിയ വലുപ്പമില്ലല്ലോ, കാരണം വളരെ കഴുത്ത് കുറയുന്നു വിചാരിച്ചു. ഇങ്ങനെ ഒരു കണക്കിലാണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കണക്കിനല്ല, കാരണം തുമ്പൂടെ കാണാൻ പറ്റില്ല. ആദ്യത്തെ ലീഫ് നല്ല കറക്റ്റിന് വെച്ചാലേ നമുക്ക് അടുത്തതൊക്കെ അതുപോലെ അതിൻ്റെ ഇതായിട്ട് വൃത്തിയിൽ വെക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് കളർ നൂലെടുത്തത് തന്നെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഡിസൈൻ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ലൈറ്റ് കളർ നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഇതിൻ്റെ അടിത്തറ ശരിയാവണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെയും ഫസ്റ്റുള്ള ആ ഒരു 2 ലീഫ് നന്നായി വെക്കണം. എന്നാലും നമുക്കതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഫിനിഷിങ് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഇത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ ഇവിടെയാണ് കിടക്കുന്നത്, അപ്പോൾ ഒരു കുറച്ച് പുറത്തേക്ക് കൂടി തള്ളി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഗ്രീൻ കളർ നൂല് വെച്ചിട്ട് കയ്യിൻ്റെ അറ്റത്ത് ഓവർലോക്കിങ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓവർലോക്കിങ് അല്ലെങ്കിൽ ചുവപ്പ് നൂലുകൊണ്ട് തന്നെ തയ്ക്കുകയാണ് നല്ലത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു പച്ച ഔട്ട്ലൈൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതിലും നല്ല ഭാഗത്ത് ഞാൻ ഈ പച്ച പീസ് ഇങ്ങനെ വെച്ചിട്ട് നീളത്തിലടിച്ചതിന് ശേഷം അപ്പുറത്തേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ പിടിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഇതിൽ പിടിപ്പിക്കാം. ഓവർലോക്കിങ് അല്ലെങ്കിൽ മടക്കി അടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ഓവർലോക്കിങ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാതെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മളിങ്ങനെ ഈ ഒരു പീസ് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഈ ഒരു ഈ അടിഭാഗം നമ്മൾ ഓവർലോക്കിങ് ചെയ്തു. പിന്നെ ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് അടിച്ചു. പിന്നെ ഈ അറ്റം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു. ഇതിൻ്റെ അകഭാഗമാണ്, ഇതിൻ്റെ പുറം ഭാഗമാണ് കേട്ടോ. നമ്മളിവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. മൂല ഇതുവരെ അടിച്ചു, ഈ മൂല ഇവിടെ വരെ അടിച്ചു. ഇപ്പം ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇപ്പുറം കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെയാണ് കിടക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഈ ഒരു ഇവിടെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് ക്രോസ് ചെയ്യണം നമ്മൾ കേട്ടോ. ഒന്ന് ഇങ്ങനെ പിടിക്കുക. ഈ നടുവ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ തയ്ച്ച ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ മുകളിൽ നിന്ന് തയ്ച്ച് വന്നിട്ടുണ്ടല്ലോ, നീളത്തിൽ ഇങ്ങനെ തയ്ച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ ബാക്കിൽ. അപ്പോൾ ഇങ്ങനെ ആ തയ്യൽ ഇങ്ങനെ കൊണ്ട് ഒരു കുറച്ച് ഇത്ര വരെ ആക്കിക്കുക. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ
ഇപ്പോഴത്തെ ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു അംബർല ഷേപ്പ് ഇവിടെ ഒന്ന് ഒതുങ്ങിക്കിടക്കും, ഉള്ളിലേക്കായിട്ട് ഒതുങ്ങിക്കിടക്കും, ഒരു ഫ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി, അല്ലെങ്കിൽ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു മാതിരിയായിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൂടാതെ പിന്നെ ഞാൻ നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീവ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. അപ്പം ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ട് ദീർഘിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സ്ലീവ് രണ്ടും പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ വെറുതെ ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ അടിച്ച് നിർത്തിയിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞാൽ ഹിപ്പിൻ്റെ അവിടുത്തെ ഷേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈനിങ്ങും നമ്മളുടെ മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുക. അതായത് ഇതുവരെ ഷേപ്പ് കൊടുത്ത് നിർത്തിയിട്ട് അത് ആദ്യം ഷേപ്പ് ചെയ്യും, പിന്നെ അതിൻ്റെ മുകളിലത്തെ ലൈനിങ് വേറെ തയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഹിപ്പ് വരെ നമ്മൾ ഷേപ്പ്. ഇനിയിപ്പോൾ ഇതിന്മേൽ ചെയ്യേണ്ടത് ഷേപ്പ് വരക്കുക. ഷേപ്പ് അളന്ന് വരച്ചിട്ട് ഷേപ്പ് ചെയ്യണം. പിന്നെ കുറച്ച് ഡിസൈനിങ് വർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ ഈ അടിഭാഗത്തെ ഈ ഒരു സ്റ്റിച്ചും ചെയ്യണം. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കണില്ല, ഞാൻ ജസ്റ്റ് അളവെടുക്കുന്നത് കാണിക്കാം. പിന്നെ ബാക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ഷേപ്പുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഷേപ്പിങ് കഴിഞ്ഞു, നീളത്തിൽ അടിച്ചു പോകണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ലീവ്സുകൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിന്മേൽ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലീവ്സൊക്കെ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ താഴെ ഡിസൈൻ ചെയ്ത് പിടിപ്പിക്കാം. ഞാൻ പല തരത്തിലൊന്ന് വെച്ച് നോക്കട്ടെ, കൺഫേം ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കി എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതായത് കുറച്ച് ലീഫേ ഉള്ളൂ, അതുകൊണ്ട് അത് വെച്ചിട്ടൊരു ചെറിയൊരു റീത്തിൻ്റെ അല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തു. കുറച്ചുകൂടി അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. ഇനി ഇത് മാർക്ക് ചെയ്യണ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ ലീഫ് എടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ള കാണിക്കാനാണ്. ഈ കോർണറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ള കാണിക്കുന്നു. മാർക്ക് ചെയ്ത് ഈ ഒരു ലീഫ് ഇങ്ങനെ വരുന്ന തരത്തിൽ പിടിക്കുക. ഈ ഒരു ലീഫ് ഇവിടെ വെക്കുന്ന ലീഫാണ് ഇതാ, ഇതിന് ഇങ്ങനെ വരുന്ന തരത്തിൽ ഫിറ്റ് ചെയ്യുക. അപ്പം എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ നെക്കിൽ ഡിസൈൻ കൊടുക്കണം. അപ്പം റെഡ് മുത്തുകൾ കിട്ടുകയാണെങ്കിൽ അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു നൂല് വെച്ചിട്ടൊരു ഉണ്ടല്ലോ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വൈറ്റ് പേളൊന്ന് വെച്ച് നോക്കട്ടെ. വൈറ്റും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കളർ തന്നെയാണ്, പക്ഷെ എനിക്ക് ഈ വൈറ്റ് പേളൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വെക്കും, അങ്ങനെയൊക്കെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഡിസൈൻ മാറിപ്പോകുന്നൊക്കെ, അതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. വേണ്ട, വൈറ്റ് വേണ്ട, ഞാൻ ജസ്റ്റ് ഇനി പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിടിപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫ്രോക്കൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോയി. ഞാൻ ഒരുപാട് ഒക്കെ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ്. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല വേറെയുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും വേണ്ട ഓരോ ടിപ്സുകളും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.